സ്വപ്നമായിട്ടാണ് മനുഷ്യരെ കാണുന്നതെന്ന് തോന്നിപ്പോകും. കാരണം എത്രയോ പ്രാവശ്യം ഈ ശ്രീകുമാറിനെ അവിടെ തെളിയിച്ചു വന്ന് ശ്രീകുമാറിന്റെ ചെവിട്ടത്തിന് വിരൽ കൊണ്ട് കുത്തിയിട്ട് പോയിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. ഓർമ്മമാണമായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയാൽ മറ്റുള്ള അജണ്ട നടക്കില്ല. ഇത് പറയണമെങ്കിൽ ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നമ്മൾ പോകില്ല. നമുക്ക് ജനാധിപത്യപരമായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ മാത്രമേ പോകൂ. കള്ളം പറയുന്നതിന്റെ കാര്യം പറഞ്ഞാൽ കള്ളം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. 15 ലക്ഷം രൂപ എല്ലാവരുടെ കൈകളിലെത്തുമെന്ന് 15 ലക്ഷം രൂപ എത്തുമെന്ന് പറഞ്ഞു കള്ളം പറഞ്ഞത് ആരാണ്? അതൊക്കെ അല്ല, ഇതുമായിട്ട് 2015 പ്രസംഗമൊക്കെ നമുക്ക് 2-3 അജണ്ടകളുണ്ട്. പറയണം. ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ പറഞ്ഞാൽ നന്നായിരിക്കും. സന്തോഷം നടത്തിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വഴി കിടക്കണതിന് എടുത്ത് കിടന്ന് കഴിക്കരുത്. അവിടെ ഈ വസ്തുവൊക്കെ വാങ്ങിയിട്ട് അതിന് 5.5 ലക്ഷം രൂപ കൊടുത്തു. SC-കാർക്ക് 6 ലക്ഷം രൂപ കൊടുത്തു. അതിന്റെ മേലെ നിങ്ങൾ കൊണ്ടുവരുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുമെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഏതെങ്കിലും ചെയ്യും. നിങ്ങളുടെ പദ്ധതി നിങ്ങൾ പറഞ്ഞ പദ്ധതി 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നഗരസഭയിൽ മാത്രമേ ഉള്ളൂ. മേയർ അറിഞ്ഞിരിക്കാനാണ്. ഗ്രാമങ്ങളിൽ 72,000 രൂപയുള്ളൂ. അതാണ് കേന്ദ്ര വിഹിതം. അത് കേന്ദ്രത്തിന്റെ പദ്ധതി PMA ഒരു പദ്ധതി എന്തായിരുന്നു? 1.5 ലക്ഷം രൂപ കേന്ദ്ര വിഹിതം, 50,000 രൂപ സംസ്ഥാന വിഹിതം, 50,000 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, 50,000 രൂപ ഗുണഭോക്തൃ വിഹിതം. അങ്ങനെ 3 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കണമെന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ PMA വഴിയുടെ ഭാഗമായി പറഞ്ഞത്. അതിൽ നിന്ന് മാറ്റം വരുത്തിയാണ് ലൈഫ് പദ്ധതി ഏർപ്പെടുത്തി 50,000 രൂപ സംസ്ഥാന സർക്കാർ, ബാക്കി 2 ലക്ഷം രൂപ 2 ഗുണഭോക്താവ് കുട്ടികൾക്ക് വാങ്ങിയ പൈസ മുഴുവൻ തിരിച്ചു കൊടുത്തു. ഇവരുടെ എല്ലാവരുടെ വാർഡുകളിലും കിട്ടിയില്ലേ? മുഴുവൻ പൈസ തിരിച്ചു കൊടുത്തു. ഓർക്കണം, കേന്ദ്ര ഗവൺമെന്റ് വാങ്ങാൻ പറഞ്ഞ പൈസയാണ് അന്ന് അറിയാതെ വാങ്ങിപ്പോയത് തിരിച്ചു കൊടുത്തു എല്ലാവർക്കും. എന്നിട്ട് 1 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തു. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കാശില്ലായെങ്കിൽ, നഗരസഭയെ പോലെ എല്ലാ പഞ്ചായത്തും അവർ കാശില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ. ആ ലോൺ പലിശ സംസ്ഥാന സർക്കാർ അടയ്ക്കും. എന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലൂടെ ആ പൈസ കുറേശ്ശെ തരാം എന്ന് പറഞ്ഞാൽ വീടുകൾ 5 ലക്ഷത്തിലേക്ക് കിട്ടിയത് ഇപ്പൊ 6 ലക്ഷം ആകാൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ ഒരു സഹായവുമില്ല. മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഞങ്ങളാണെല്ലാം ഞങ്ങൾ മാത്രമാണെല്ലാം പറഞ്ഞാൽ പച്ച കള്ളത്തരം വിളമ്പുന്നതിന് കൈ കണക്കില്ല. ഒരു ഞാനും പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് ഈ പദ്ധതിയിലുള്ള ആ തെറ്റായ കാര്യം തെറ്റാണെന്ന് പറയുന്നത് തെറ്റ് ആർക്കും പറ്റുമല്ലോ. ഇതിപ്പോ അരമന അജിത്ത് ചെയ്ത തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനൊരു മെസ്സേജ് കൊണ്ടുപോയി ആ മെസ്സേജ് തിരുത്തുന്നതേ പറഞ്ഞുള്ളൂ. അതായത് ആക്ഷേപിച്ചൊന്നുമല്ല. മനസ്സിലാക്കണം.